ഇത്രയും അപ്രസക്തമായ, മാധ്യമങ്ങൾക്ക് അപ്രസക്തമായിട്ടുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കില്ല. ആ മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഇതൊരു ചത്ത പാർട്ടി കോൺഗ്രസ് ആണ് ഇപ്പം നടക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ പിണറായിക്കിട്ട് കിട്ടാൻ പോകുന്ന അടി എന്ന് പറയുന്നത് അത് മാരകമായി, അത് ഞാനൊക്കെ സ്ഥിരം പറയുന്ന പോലെ പിണറായി വിജയൻ്റെ മസ്തകം പൊളിക്കുന്ന അടി ജനങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യയ്ക്കും മകൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ എന്താണ് റോള്? പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മകളും ഭാര്യയും കൊച്ചുമകനും ഒക്കെ 5 സ്റ്റാർ ഹോട്ടലിലും 7 സ്റ്റാർ ഹോട്ടലിലും താമസിക്കും. അതാണ് ഇന്നത്തെ കമ്മ്യൂണിസം. ഇന്നത്തെ കമ്മ്യൂണിസം 5 സ്റ്റാർ കമ്മ്യൂണിസവും 7 സ്റ്റാർ കമ്മ്യൂണിസവുമാണ്. കേരളത്തിൽ നിന്ന് ഒരു ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ടാകുകയാണെങ്കിൽ അയാൾ പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നവനും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവനും ആകുമെന്ന് പിണറായി വിജയൻ ഉറപ്പുവരും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കമായിരിക്കുകയാണ്. ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരെ ഇടത് മതേതര പാർട്ടികളുടെ ഐക്യത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ പാർട്ടി കോൺഗ്രസിന് തുടക്കമായിരിക്കുന്നത്. എന്തൊക്കെ പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിന് ഈ പാർട്ടി കോൺഗ്രസ് നൽകുന്നത്? ആരായിരിക്കും അടുത്ത CPM ദേശീയ ജനറൽ സെക്രട്ടറി? ഒപ്പം തന്നെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് എത്രത്തോളം സാധ്യതകളുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകൾ ഈ പാർട്ടി കോൺഗ്രസിൽ വരാൻ സാധ്യതയുണ്ട് പരിശോധിക്കാൻ നമുക്കിന്ന് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായ ശ്രീ KM ഷാജഹാനാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. CPM 24-ാം പാർട്ടി കോൺഗ്രസിന് തുടക്കമായിരിക്കുകയാണ്. 17-ാം പാർട്ടി കോൺഗ്രസ്സിന് ശേഷം CPM-ൻ്റെ വളർച്ചയുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ CPM-ന് തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലും ഈ പാർട്ടി കോൺഗ്രസ്സിൽ തന്നെ പറയുന്ന അല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളിൽ ഒന്നാണ്. അടിത്തട്ടിലെ പ്രവർത്തനം പോരാ. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ അടിത്തട്ടിലെ പ്രവർത്തനം കുറെ കൂടി കാര്യക്ഷമമാക്കിയാൽ പാർട്ടിക്ക് ഇനിയും വളരാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരികയാണ് പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടത് സർക്കാർ എങ്കിൽ ഇന്ത്യയിലെമ്പാടുമുള്ള പാർട്ടിക്ക് കൂടുതൽ ഉണർവ് അതിലൂടെ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. എങ്ങനെയാണ് കാണുന്നത് ഈ 24-ാം പാർട്ടി കോൺഗ്രസിനെ? നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ മറ്റ് പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ സുദീർഘമായ ഒരു സമ്മേളന നടപടി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് CPM. അത് ജനാധിപത്യപരമായിട്ടാണോ അല്ലേ നടക്കുന്നുള്ള പ്രശ്നമൊക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്കുള്ളതുപോലെ കുറെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളന നടപടി ഇന്ത്യയിൽ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്കൊന്നും ഇല്ല, അതില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയത്, കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് 2024 സെപ്റ്റംബറിലോ ഒക്ടോബറിലോ മറ്റോ ആണ് ഇതിൻ്റെ സമ്മേളന നടപടികൾ ആരംഭിക്കുന്നത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ 35,000 ബ്രാഞ്ചുകളുണ്ടെന്നാണ് പറയുന്നത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനം, ഇങ്ങനെ പൂർത്തിയായിട്ടാണ് ഇതിപ്പം ഈ പാർട്ടി കോൺഗ്രസ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സുദീർഘമായിട്ടുള്ള മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളന നടപടിയുടെ പരിസമാപ്തിയാണ് പാർട്ടി കോൺഗ്രസ്. ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ ഒരു കേരളത്തിലൊരു പ്രമുഖനായിട്ടുള്ള ഒരു പഴയ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകനുമായിട്ട് ഞാൻ ഇന്ന് രാവിലെ സംസാരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ്സുകൾ സംസ്ഥാനത്തെ മാധ്യമങ്ങളുടെ ഇടയിലും ദേശീയ മാധ്യമങ്ങളുടെ ഇടയിലും ഒക്കെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. കാരണം CPM എന്ന് പറഞ്ഞ പാർട്ടി എല്ലാ കാലത്തും ഒരു ചെറിയ പാർട്ടി ആയിരുന്നുവെങ്കിലും അതിന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിശുദ്ധിയും, ആ പാർട്ടി എത്ര ചെറിയ പാർട്ടി ആയിരുന്നെങ്കിലും അതിൻ്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ കേൾക്കുമായിരുന്നു മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളൊക്കെ. മനസ്സിലായോ? കാരണം അതൊരു ചെറിയ പാർട്ടിയാണെങ്കിലും അത് ശരിക്കും വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ മാധ്യമപ്രവർത്തനം എന്നോട് രാവിലെ പറഞ്ഞത്, ഈ പാർട്ടി കോൺഗ്രസ് 2-ാം തീയതി ആരംഭിച്ചിട്ട് ഇന്ന് അദ്ദേഹം പറയായിരുന്നു, ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങൾ, ദേശീയ ദിനപത്രങ്ങൾ എടുത്ത് നോക്കിയാൽ ആകെപ്പാടെ ഈ പാർട്ടി കോൺഗ്രസ് തുടങ്ങിയതിനെ കുറിച്ചിട്ട് വാർത്ത കൊടുത്ത ഒരേ ഒരു പത്രം ഹിന്ദു പത്രം മാത്രമാണ്. ട്രിബ്യൂണ്, ഇന്ത്യൻ എക്സ്പ്രസ്, ഒരുപാട് പത്രങ്ങളുണ്ടല്ലോ ഹിന്ദുസ്ഥാൻ്റെ. ആ പത്രങ്ങളൊന്നും തന്നെ ഈ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ഒരു വാർത്തയായിട്ട്, ചില പത്രങ്ങളിലൊക്കെ 1 ലൈൻ 2 ലൈനും മാത്രമാണെന്നാണ് എന്നോട് പറഞ്ഞു. മനസ്സിലായി?
അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയും അപ്രസക്തമായ, മാധ്യമങ്ങൾക്ക് അപ്രസക്തമായിട്ടുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കില്ല എന്നാണ് പറഞ്ഞത്. ആ മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞു ഇതൊരു ചത്ത പാർട്ടി കോൺഗ്രസ് ആണ് ഇപ്പം നടക്കുന്നത് എന്നാണ് ആ മാധ്യമപ്രവർത്തകനോട് പറഞ്ഞത്. എത്രയോ വർഷങ്ങളായി 3 സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന പാർട്ടി, ബംഗാളിലും ത്രിപുരയിലും. ബംഗാളിൽ 35 വർഷം ഭരിച്ച പാർട്ടി, ത്രിപുരയിലും ഏതാണ്ട് അത്രയും തന്നെ കാലം ഭരിച്ച പാർട്ടി, കേരളത്തിൽ ഇടവിട്ട് വന്നുകൊണ്ടിരുന്ന പാർട്ടി. ഇപ്പോൾ പക്ഷേ 2ാം അധ്യായത്തിൽ നമ്മൾ നിൽക്കട്ടെ. ഈ ബംഗാളിൽ 2011 പോയതാണ്, പിന്നെ ആ പാർട്ടി അവിടെ കണ്ടിട്ടില്ല. നമ്മളതിന് ചെറുതായിട്ട് കാണരുതില്ലയോ? കാരണം 35 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സംസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. മനസ്സിലായല്ലോ? ആ സംസ്ഥാനത്ത് ആ പാർട്ടി ഭരിച്ചപ്പോൾ കൊണ്ടുവന്ന ഭൂപരിഷ്കരണം, ആ പാർട്ടി കൊണ്ടുവന്ന വികേന്ദ്രീകരണമൊക്കെ അവിടെ നിന്നാണ് നമ്മൾ കേരളത്തിലേക്ക് പറിച്ചെടുക്കുന്നത്. മനസ്സിലായി? അവിടെ ആ പാർട്ടി 2011 ഒരു പോക്കങ്ങ് പോയിട്ട് ആ പാർട്ടിയുടെ പൊടി പോലും നമുക്കിപ്പോൾ അവിടെ കാണാൻ കഴിയുന്നില്ല. പൊടി. മനസ്സിലായില്ലേ? ആ പാർട്ടി ഈ പറഞ്ഞതുപോലെ BJP ആയി അവിടെ മാറുകയാണ്. അവിടുത്തെ പാർട്ടി ഓഫീസ് BJPയുടെ പാർട്ടി ഓഫീസുകളായി മാറുകയാണ്. അവർ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കണം മറ്റ് എതിർപക്ഷത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇത്തരത്തിലൊരു നടപടി. അവിടെ ഇപ്പോൾ ആളുകൾ പറയുന്നത് CPM-ന്റെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ നല്ല പങ്കും പിന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി, ചെറിയ പങ്ക് ഗുണ്ടകൾ BJP-യിലേക്കും പോയി. ഗുണ്ടകൾ എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. ദ ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സൗരഭ് മുഖർജി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയൊരു ഓമ്പൻ പുസ്തകമുണ്ട്, അവിടുത്തെ CPM-ന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ആക്രമണങ്ങൾ. അതിൻ്റെ ഒരു കാഠിന്യം നമ്മൾ കാണേണ്ടതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 50% കൂടുതൽ വോട്ടുണ്ടായിരുന്ന സംസ്ഥാനമാണ്. 296 അംഗ നിയമസഭയിൽ 200-ലധികം സീറ്റുകൾ നേടി 4-5 പ്രാവശ്യം അധികാരത്തിൽ വന്ന പാർട്ടി 2024 പാർട്ടി കോൺഗ്രസിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ടു മുമ്പത്തെ പാർട്ടി കോൺഗ്രസിന് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ, അതൊക്കെയാണല്ലോ ഇപ്പോൾ വിലയിരുത്തുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 29 സ്ഥലത്ത് മത്സരിച്ചിട്ട് 2 സ്ഥലത്താണ് കെട്ടിവെച്ച കാശ് കിട്ടിയത്. തോൽവി ജയമല്ല. 29 സ്ഥലത്ത് മത്സരിച്ചു, 29 സ്ഥലത്ത് തോറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ 29 സ്ഥലങ്ങളിൽ 2 സ്ഥലങ്ങളിലാണ് ഈ പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയത്. മനസ്സിലായി? ത്രിപുരയിലൊക്കെ ഓടിച്ചിട്ട് അടിക്കുകയാണ് BJP-കാരൻ. ഈ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചതക്കുകയാണ് CPM-കാരനെ. അവിടെ CPM എന്ന് പറയുന്ന സാധനം കേൾക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പം അതാണ് അഖിലേന്ത്യാ തലത്തിലെ അവസ്ഥ. ഇവിടെയും 3ാമത്തെ തവണ എന്ന് പറയുന്നു. 3ാമത്തെ തവണ നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് നമ്മൾ പറയുമ്പോൾ 2024 2019 വോട്ടിംഗ് പാറ്റേൺ എന്തായിരുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 2019 വോട്ടിംഗ് പാറ്റേൺ എന്തായിരുന്നു? 2019 പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നെങ്കിൽ പോലും അതിന് സെക്കൻഡ് കൺസിഡറേഷൻ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് കൺസിഡറേഷൻ ശബരിമലയായിരുന്നു, അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നില്ല. 2024 പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമേ ആയിരുന്നില്ല. ഇറ്റ് വാസ് ഔട്ട് ആൻഡ് ഔട്ട് ആൻറ്റി പിണറായി. ഔട്ട് ആൻഡ് ഔട്ട് ആൻറ്റി പിണറായി. 2, ആ തെരഞ്ഞെടുപ്പിലെ ഫലം നമ്മൾ കുറച്ചുകൂടെ ആഴത്തിലിറങ്ങി പരിശോധിക്കണം. 2019 19 സീറ്റിൽ ജയിച്ചു, 2024 18-19 സീറ്റിൽ ജയിച്ചു. പക്ഷേ 2019 ഭൂരിപക്ഷം 2024 ഭൂരിപക്ഷം ഇല്ലയോ എന്ന് നോക്കൂ. മലപ്പുറത്ത് 2 സീറ്റിലും 2.5 ലക്ഷം 3 ലക്ഷം, 10 സീറ്റിലെങ്കിലും 1 ലക്ഷത്തിൽ കൂടുതൽ. ഇത്രയും ഭൂരിപക്ഷം 2019 ഉണ്ടായിരുന്നില്ല, UDF ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടായതിൻ്റെ ഒരേ ഒരു കാരണം പിണറായി വിരുദ്ധതയാണ് എന്നുള്ളത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പം നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. ഇവിടെ ആളുകൾ 2026 തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു വികാരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഇല്ല. ഈ മൂന്നാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആര്? കോൺഗ്രസിൽ തർക്കം. കോൺഗ്രസിൽ ആര്? ഞാൻ ചെയ്തു, കോൺഗ്രസിൽ തർക്കമില്ലാത്ത ഏത് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്? ഇല്ലയോ? കോൺഗ്രസ് ഉണ്ടെങ്കിൽ തർക്കമുണ്ട്. കോൺഗ്രസ് ഈസ് സിനോണിമസ് വിത്ത് തർക്കം. തർക്കമില്ല, കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺഗ്രസ് പറഞ്ഞ ഒരു പാർട്ടിയാണോ? കോൺഗ്രസ് പറഞ്ഞ പാർട്ടിയല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന വെറും ഒരു ആൾക്കൂട്ടം മാത്രമാണ്. പക്ഷേ കോൺഗ്രസ് ഇവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന 2 മതവിഭാഗങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനത്ത് 29% ഉള്ള മുസ്ലിങ്ങളും കോൺഗ്രസിന് പ്രിഡോമിനൻ്റ്ലി പിന്തുണയ്ക്കുന്ന 18% ഉള്ള ക്രിസ്ത്യാനികളും പിന്നെ കുറച്ച് നായന്മാരും അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ ഉള്ളത്.
മനസ്സിലായി. അപ്പോൾ കോൺഗ്രസ് എല്ലാ കളവും ആന്റണി, ഒന്നുകിൽ ആന്റണി ഉമ്മൻചാണ്ടി, അല്ലെങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ കരുണാകരൻ ആന്റണി. ഇതില്ലാത്ത കാലം ഉണ്ടായിരുന്നില്ല. ഈ പാർട്ടി കോൺഗ്രസിലും ഇതേ വിഷയം വരുന്നുണ്ട്. ഈ ജാതി സമവാക്യങ്ങളുടെ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ചയാകുന്നുണ്ട്. അവരെ കൂടുതൽ അടുത്ത് നിർത്തണം എന്നുള്ള ഒരു ചർച്ചയും വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ ഇപ്പം കോൺഗ്രസിൽ ആര് എന്നുള്ള ചർച്ച, കോൺഗ്രസിൽ ആരും ഇല്ലാത്ത, ഞാൻ ലിയോ 2006 ആലോചിച്ചു. 2006 തിരിഞ്ഞു നോക്കിയേ. 2006 തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിലുള്ള തർക്കം എന്തായിരുന്നു? 2006 മേയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാർച്ചായിട്ട് പോലും മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ആവില്ല എന്നാണ് പറഞ്ഞിട്ടിരുന്നത്. അത്രയും വലിയ തർക്കം കോൺഗ്രസിന് CPM-നകത്ത് ഒന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആരാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അത് കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും BJP-കാരനായാലും അവരുടെ ഇടയിലെല്ലാമുള്ള വികാരത്തിൻ്റെ ഒരു ബെഞ്ച് മാർക്ക്, ഒരു ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ആൻറ്റി പിണറായിയാണ്. എന്തുകൊണ്ടാണ്? ഇപ്പം തന്നെ പാർട്ടി കോൺഗ്രസ്സായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നത് എന്താണ്? അയാളുടെ മരുമകൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നു. ആലോചിച്ചു നോക്ക്. അയാളുടെ മകള് സമ്മേളന പ്രതിയാണെന്നോ അല്ലെന്നൊക്കെ പറയുന്നത് എന്തായാലും അവരവിടെ ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ പാർട്ടി കോൺഗ്രസിൽ ഭാര്യയ്ക്കും മകൾക്കും എന്ത് കാര്യമില്ലയോ? കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യയ്ക്കും മകൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ എന്താണ് റോള്? കമ്മ്യൂണിസ്റ്റുകാരന് അങ്ങനത്തെ ഒരു റോളില്ല. കമ്മ്യൂണിസ്റ്റുകാരന് ഭാര്യ മക്കളെയും പാർട്ടി കോൺഗ്രസിനും പാർട്ടി സമ്മേളനത്തിനും കൊണ്ടുവന്ന റോള് കമ്മ്യൂണിസ്റ്റുകാരനില്ല. അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മകളും ഭാര്യയും പിന്നെ പാർട്ടി കോൺഗ്രസിന് വരും, കൊച്ചുമകനും വരും. മകളും ഭാര്യയും കൊച്ചുമകനും ഒക്കെ 5 സ്റ്റാർ ഹോട്ടലിലും 7 സ്റ്റാർ ഹോട്ടലിലും താമസിക്കും. അതാണ് ഇന്നത്തെ കമ്മ്യൂണിസം. ഇന്നത്തെ കമ്മ്യൂണിസം 5 സ്റ്റാർ കമ്മ്യൂണിസവും 7 സ്റ്റാർ കമ്മ്യൂണിസവുമാണ്. ഇതല്ല കമ്മ്യൂണിസം. യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇതല്ല. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി എന്ത് പാർട്ടി കോൺഗ്രസ് എന്ത് പ്രമേയം എഴുത്തിൽ എത്ര തവണ എത്ര വലിയ വായിൽ എഴുതി വെച്ചാലും വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചാലും 2026 തെരഞ്ഞെടുപ്പിൽ പിണറായിക്കിട്ട് കിട്ടാൻ പോകുന്ന അടി എന്ന് പറയുന്നത് അത് മാരകമായിരിക്കും. അത് ഞാനൊക്കെ സ്ഥിരം പറയുന്ന പോലെ പിണറായി വിജയൻ്റെ മസ്തകം പൊളിക്കുന്ന അടി ജനങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ മുന്നോടിയായി പിന്നെ കൊല്ലത്ത് നടന്നിട്ടുള്ള ഒരു അന്ത്യകൂദാശയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡബിൾ അന്ത്യകൂദാശയാണ് ഇപ്പം ഈ മധുര പാർട്ടി കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത്. മധുര പാർട്ടി കോൺഗ്രസിൽ എന്താ പറയുന്നത്? എല്ലാം പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. വർഗീയതയ്ക്കെതിരായിട്ടുള്ളത് പരാജയപ്പെട്ടു, SFI പരാജയപ്പെട്ടു, സമരങ്ങൾ പരാജയപ്പെട്ടു, എല്ലാം പരാജയം. പിന്നെ എന്താണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ എന്ത് മാറ്റമാണ് ഇതിനകത്ത് വരുത്താൻ പോകുന്നത്? മനസ്സിലായില്ല. ഇതിനകത്ത് കുറെ കടൽക്കിഴവന്മാരും കുറെ കോംപ്രമൈസ് ചെയ്ത കുറെ ചെറുപ്പക്കാരും ഇതിനകത്തുണ്ട്. അല്ലാതെ ആരാണ് ഇതിനകത്തുള്ളത്? ഇതിൽ പുതിയ നേതാക്കന്മാർ ആരാണുള്ളത്? ഇത് ജനങ്ങൾക്ക് അനുകൂലമായി എന്ത് നയമാണ് ഈ പാർട്ടിക്കുള്ളത്? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ തന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു തവണ കൂടി അധികാരത്തിൽ വരാതിരിക്കേണ്ടത് ഇവിടുത്തെ അടിത്തട്ടിലെ പാർട്ടി അണികളുടെ ബാധ്യതയുമാണ്, അവരുടെ ഉത്തരവാദിത്വവുമാണ്. അവരിൽ പലരും എന്നോട് തന്നെ പറയുന്നത് എന്താണെന്നറിയോ? അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അടിത്തട്ടിലുള്ള എൻ്റെ ഒരു CPM പ്രവർത്തനം വിളിക്കുക, സഖാവേ BJP വന്നാലും വേണ്ടില്ല, CPM വരാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ച സഖാവ് ഇതെന്താണിത്? എടാ, ഞാനാണ് CPM-നെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന ആൾ. ഞാൻ പോലും BJP വരണം എന്ന് പറയാറില്ലല്ലോ. അപ്പോൾ പറയുകയാണ്, സഖാവ് ഈ പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ ഒരു തവണ ഇവിടെ BJP വരും, എന്നാലേ ഈ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്ന് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള അണി പറഞ്ഞതിൻ്റെ പ്രതിഫലനമല്ലേ നമ്മൾ പിന്നെ ആലപ്പുഴ കണ്ടത്? 3 ലക്ഷം വോട്ട് മറ്റോ ശോഭാ സുരേന്ദ്രൻ പിടിക്കൊണ്ട് കിട്ടിയതാണ്. ഒന്നുമല്ല. പക്ഷേ ഈ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ ഇനി മൂന്നാമതും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടി കുറെ കൂടി ശക്തമായി വളരുമെന്നാണ് പറയുന്നത്. അല്ല, അത് വളരും ലിയോ. കാരണം പാർട്ടി വളരണമെങ്കിൽ പൈസ വേണ്ടേ? അപ്പോൾ പൈസ പിന്നെ ഒരുപാട് വരും, മനസ്സിലായില്ലേ? പൈസ ഒരുപാട് വരുമ്പോഴത്തേക്കും ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പാർട്ടി ഉണ്ടാക്കാം. അത് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം തന്നെ അന്ത്യ ഊദാശ കഴിഞ്ഞ് ക്ലിനിക്കലി ഡെഡായിട്ട് കിടക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു തവണയും കൂടെ ഈ പാർട്ടി ഇവിടെ വന്നാലുണ്ട്, പിന്നെ 25 വർഷം കഴിഞ്ഞാലും ഈ പാർട്ടി തിരിച്ചു വരില്ല. ഇപ്പം അടുത്ത തവണ ഒന്ന് തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പാർട്ടി തിരിച്ചു വന്നിരിക്കും. പക്ഷെ ഒരു തവണയും കൂടെ ഈ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഒരു 1/4 നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും ഇത് തിരിച്ചു വരില്ല. എൻ്റെ കാരണം എന്താ? 35 വർഷം ഭരിച്ചു പശ്ചിമ ബംഗാളിൽ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞവിടെ? അവിടെ 2011 പോയിട്ട്
2011 തെരഞ്ഞെടുപ്പ് നടന്നു, തോറ്റു. 2006 2011 ആദ്യം തോറ്റുന്നത്. അതിനുശേഷം പിന്നെ 2011 കഴിഞ്ഞ് 2016 പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, തോറ്റു. 2021 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, തോറ്റു. അതിനിടയിൽ 3 or 4 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിലെല്ലാത്തിലും തോറ്റില്ലയോ? അപ്പോൾ 2011 കഴിഞ്ഞിട്ട് ഈ 35 വർഷം തുടർച്ചയായി പശ്ചിമ ബംഗാളിൽ ഭരണം നടത്തിയ പാർട്ടി 8, 9, 10, 11 തവണ തോറ്റില്ലയോ? മനസ്സിലായില്ലേ? 1, 2 തവണയല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2011 ശേഷം 11 പ്രാവശ്യമെങ്കിലും ഈ മാർക്സിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാളിൽ തോറ്റിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ 35 വർഷം ഭരിച്ചതാണ്. മനസ്സിലായോ? ഇവിടെ ഇനി ഒരു 5 വർഷം കൂടെ ഭരിച്ചാൽ ഒരു 10 പ്രാവശ്യം ഇവിടെ തോറ്റു കിട്ടും എന്നുള്ളതല്ലാതെ ഒന്നും ഇതിനകത്ത് സംഭവിക്കാൻ പോകില്ല. അപ്പോൾ ഈ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെങ്കിലും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സീതാറാം യെച്ചൂരിക്ക് ശേഷം ഇനി ആരായിരിക്കും ആ കസേരയിൽ ഇരിക്കാൻ പോകുന്നത്, ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നുള്ളൊരു ചർച്ചയുണ്ട്. എന്ത് തോന്നുന്നു, ആർക്കാണ് കൂടുതൽ സാധ്യത? ഇനിയോ ഇതിൽ ഇന്ത്യയിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടിയാണ്. കാരണം വേറെ എടുത്തും നുള്ളി എടുക്കാൻ പോലും ഇതില്ല. കുറച്ച് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കുറച്ച് അവരൊരു തോൽസഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് അവിടെ വരും എന്നുള്ളതല്ലാതെ ഇത് വേറെ ഒരിടത്തും നുള്ളി പെറുക്കിയാൽ പോലും ഇല്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിലുണ്ട്, കേരളത്തിൽ രണ്ടാമത് ഭരിക്കുകയാണ്. അപ്പം ഇന്ത്യയിലെ പാർട്ടി സമം കേരളത്തിലെ പാർട്ടി എന്നാണ് അർത്ഥം. ഇന്ത്യയിലെ പാർട്ടി സമം കേരളത്തിലെ പാർട്ടി, കേരളത്തിലെ പാർട്ടി സമം ഇന്ത്യയിലെ പാർട്ടി. നമ്പർ 1 അതാണ് ആദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? കേരളത്തിലെ പാർട്ടി സമം പിണറായി വിജയൻ, പിണറായി വിജയൻ സമം കേരളത്തിലെ പാർട്ടി. അപ്പം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ പാർട്ടി സമം പിണറായി വിജയൻ എന്ന് വരും. കാരണം ഇന്ത്യയിലെ പാർട്ടി കേരളത്തിലെ പാർട്ടി, കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി അല്ലേ? അപ്പം ഇന്ത്യയിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി, ഇതാണല്ലോ അർത്ഥം ആണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ അടുത്ത ജനറൽ സെക്രട്ടറി ആരാണെന്ന് ആര് തീരുമാനിക്കും? പിണറായി വിജയൻ തീരുമാനിക്കും. കാരണം എന്താണ്? അവിടുത്തെ പാർട്ടിയെ തള്ളിക്കൊണ്ടു പോകണമെങ്കിൽ പിണറായി വിജയൻ കൊടുക്കുന്ന പൈസ വേണം, എന്നാലേ പെട്രോളിന് കാശ് വേണമെങ്കിൽ അവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഈ പാർട്ടി നുള്ളിയെ പോലും ഇപ്പം അവിടെ ഇരിക്കുന്ന AK സെൻറ്ററിൽ ഇരിക്കുന്നവന് കാറിൽ പെട്രോൾ ഒഴിക്കണമെങ്കിൽ പിണറായി വിജയൻ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കണം എന്നില്ലയോ? കാരണം ബംഗാളിൽ നിന്ന് 10 പൈസ കിട്ടുമോ? ത്രിപുരയിൽ നിന്ന് 10 പൈസ കിട്ടുമോ? വേറെ എവിടെയെങ്കിലും ഈ പാർട്ടി ഉണ്ടോ? ആകെ 2-3 MP എവിടെയൊക്കെ നുള്ളിപ്പെറുക്കിയാവുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പാർട്ടി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പം അവിടുത്തെ പാർട്ടിക്ക് പെട്രോൾ ഒഴിക്കണമെങ്കിൽ, കറണ്ട് ബില്ല് അടിക്കണമെങ്കിലും, അവിടെ പത്രം വരുത്തണമെങ്കിലും, അവിടെ പാല് മേടിക്കണമെങ്കിലും പിണറായി ഉണ്ടാക്കുന്ന കാശ് അവിടെ ചെല്ലണം. അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആരാണെന്ന് പിണറായി തീരുമാനിക്കും. അപ്പം രണ്ടാമത്തെ ചോദ്യം എന്താണ്? പിണറായി ആരെ തീരുമാനിക്കും? അല്ലേ? അവിടെയാണ് MA ബേബി ആവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ച വരുന്നത്. ഒരു കാരണവശാലും MA ബേബി ആവില്ല. MA ബേബിക്ക് കഴിവുള്ള ആളാണെന്ന് ചോദിച്ചാൽ ഉള്ളതിൽ കഴിവുള്ളത്. നമ്മളിപ്പം ഒരു കൊട്ടയ്ക്കകത്ത് കുറേ മാങ്ങ കിടപ്പുണ്ടെന്ന് വിചാരിക്കുക. അതിൽ നല്ല മാങ്ങ എല്ലാം നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചീഞ്ഞത്, കൂടുതൽ ചീഞ്ഞത്, ഇങ്ങനെ ഈ താരതമ്യേന ചീയൽ കുറവും കൂടുതലായിട്ട് 5-6 മാങ്ങ കാണുമല്ലോ. അതിനാണ് നമ്മൾ തിരിവെന്ന് പറയും. തിരിവ്. കാരണം നമുക്ക് ഈ ചീഞ്ഞ മാങ്ങ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൂ. കാരണം നല്ലതെല്ലാം എടുത്തുകൊണ്ട് ആൾ പോയി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കുറേ 10% ചീഞ്ഞതും കുറേ 15% ചീഞ്ഞതും കൂടെയുണ്ട്. അതിലൊരു തിരിവാണ് MA ബേബി. ഉള്ളതിൽ ഭേദം. ഏത്? ഉള്ളതിൽ ഭേദം. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം, അത്യാവശ്യം വലിയ ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോമ്പനാനം നടക്കുന്ന പോലെയൊക്കെ നടക്കും. പിന്നെ അഖിലേന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ ആയിട്ടൊക്കെ അത്യാവശ്യം ബന്ധമുണ്ട്. പിന്നെ കുറേ ആൾ ഡൽഹിയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്, ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആയിട്ട്. കാരണം അതൊക്കെയാണല്ലോ പുള്ളിയുടെ പരിപാടി. പിന്നെ പുള്ളി MP ആയിട്ടുണ്ട്, ലോക്സഭയിൽ നിന്നിട്ട് ജയിച്ചിട്ടില്ല, മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ ഉള്ളതിൽ കൊള്ളാവുന്ന പുള്ളിയാണ് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് 75 വയസ്സായിട്ടുമില്ല, 72 ആയിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും അയാളാണ് ആവേണ്ടത്. പക്ഷെ ഒരു സംശയം വേണ്ട, അയാളാവാൻ പിണറായി സമ്മതിക്കില്ല. കാരണം കേരളത്തിൽ നിന്ന് ഒരു ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ടാകുകയാണെങ്കിൽ അയാൾ പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നവനും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവനും ആകുമെന്ന് പിണറായി വിജയൻ ഉറപ്പ് വരുത്തും. പക്ഷേ ബേബി നമ്മൾ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ബേബി ഇരിക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ കാര്യത്തിലെങ്കിലും അയാൾ ഭേദമാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ആക്കി കഴിഞ്ഞാൽ നാളെ പിണറായിക്ക് ജോലിയാണ്. കാരണം പിണറായിക്ക് ഇപ്പോൾ പഴയ പോലല്ല. പിണറായിക്ക് പിണറായിയുടെ കാര്യം നോക്കണം, മരുമകൻ്റെ കാര്യം നോക്കണം, മകളുടെ കാര്യം നോക്കണം, ഭാര്യയുടെ കാര്യം നോക്കണം, ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുകളെല്ലാം സംരക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയെ മാത്രമേ പിണറായി വിജയൻ സമ്മതിക്കൂ. മനസ്സിലായോ? ബേബി എന്ത് ചെയ്യും? ബേബി ഈ പറഞ്ഞതുപോലെ പാർട്ടി ജനറൽ സെക്രട്ടറി ആവാൻ വേണ്ടി പിണറായി വിജയൻ്റെ മുമ്പിൽ പോയി വിശ്വസ്ത വിധേയനായിട്ടൊക്കെ നിൽക്കും. പക്ഷേ ദ മൊമെന്റ് ജനറൽ സെക്രട്ടറി ആകുന്നതോടെ അയാളുടെ ചിത്രം മാറും, പിന്നീട് പണിയും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് പോസിറ്റീവ് ഉണ്ട്. കാരണം പണിഞ്ഞാൽ മാത്രമേ ഇതിനെ നിലനിർത്താൻ പറ്റുള്ളൂ. പക്ഷെ അയാൾ ഈ പറഞ്ഞതുപോലെ പിണറായി പറഞ്ഞാൽ പറഞ്ഞെടുത്ത് നിൽക്കുന്ന ആളല്ല.
അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം എൻ്റെ വീഡിയോയിൽ കൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിജയരാഘവൻ ജനറൽ സെക്രട്ടറി ആയ പോലും അത്ഭുതമില്ല. അപ്പോൾ എന്നോട് പോലും ചോദിച്ചു വിജയരാഘവനൊക്കെ പാർട്ടി CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ദേശീയ ജനറൽ. ഞാൻ ചോദിച്ചു എന്തൊന്നും ഈ പാർട്ടി ഇപ്പോൾ ഇവിടെ എന്ത് പാർട്ടി, ഇതിങ്ങനെ പാർട്ടി ഉണ്ടോ ഇവിടെ? അഖിലേന്ത്യയിൽ ഇങ്ങനെ ഒരു പാർട്ടിയൊന്നുമില്ല. ഇത് പേരിനുള്ളൊരു സാധനം മാത്രമല്ലേ ഉള്ളൂ. ഇതിപ്പം EMSഉം ഇതുപോലുള്ള ആളുകൾ ഹർകൃഷ്ണൻ സിംഗ് ഇരുന്ന സമയത്ത് ഒരു പാർട്ടി അവിടെ ഉണ്ടായിരുന്നു, അതിനൊരു നയം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് നുള്ളിയാൽ എടുക്കാനില്ല, പാർട്ടിക്ക് ഒരു നയവുമില്ല, അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള പേടിയുണ്ട്. ഫാസിസ്റ്റ് അല്ല നവ ഫാസിസ്റ്റ് എന്ന് വരെ നിർവചനം മാറ്റിയിരിക്കുന്നു. ലിയോ ഒന്ന് ആലോചിച്ച് നോക്കില്ല. CPM എന്ന് പറഞ്ഞ പാർട്ടി അടി മുതൽ മുടി വരെ ഫാസിസ്റ്റ് ആണെന്നാണ് ഇതുവരെയുള്ള CPMന്റെ നേതാക്കന്മാരെല്ലാം വിലയിരുത്തിയിട്ടുള്ളത്. ആ പാർട്ടി ഇപ്പം നവ ഫാസിസ്റ്റ് ആണെന്ന് പറയാൻ കാരണം എന്നറിയോ? നാളെ ജയിലിനകത്ത് കൊണ്ടിടുമെന്നുള്ള ഭയമുണ്ട്. പിന്നെ എന്താ പ്രകാശ് കാരാട്ടിനെതിരെയൊക്കെ കേസ് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ പോലും BJPയുടെ മുമ്പിൽ സാഷ്ടാംഗം നിൽക്കുന്ന, കഴിഞ്ഞ 10 വർഷമായി മോഡിക്കെതിരെ ഒരു പ്രസ്താവന പോലും ഇറക്കാത്ത ഒരു മുഖ്യമന്ത്രിയുള്ള ഒരു പാർട്ടിയിൽ ഈ പറഞ്ഞ പോലെ വലിയ തലയെടുപ്പുള്ള കൊമ്പനാനെ പിടിച്ചിട്ട് സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? വിജയരാഘവൻ സെക്രട്ടറി ആയപ്പോലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് MA ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആവാൻ പിണറായി വിജയൻ അനുവദിക്കില്ല. കേരളത്തിൽ നിന്നൊരു ദേശീയ ജനറൽ സെക്രട്ടറി വന്നാൽ അയാളുടെ മുമ്പിൽ മറ്റേ ഗോവിന്ദൻ നിൽപ്പില്ലേ, ഗോവിന്ദൻ നിൽക്കുന്ന പട്ടേലറെ പോലെ നിൽക്കുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ. അപ്പോൾ കേരളത്തിൽ നിന്നൊരു ദേശീയ ജനറൽ സെക്രട്ടറി വന്നാൽ പിണറായി വിജയനെ കണ്ടാൽ ഇതിങ്ങനെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ ആക്കാൻ പിണറായി വിജയൻ സമ്മതിക്കും. അതല്ലാതെ കുറച്ചൊരല്പമെങ്കിലും ഇച്ചിരി വ്യക്തിത്വമുള്ള ഒരാളെ ആക്കാൻ പിണറായി സമ്മതിക്കില്ല. കുറച്ചെങ്കിലും വ്യക്തിത്വം ബാക്കി തിരിവാണെങ്കിലും കുറച്ചെങ്കിലും ഒരു വ്യക്തിത്വം ബാക്കിയുള്ള ഒരാളാണ് ബേബി എന്നുള്ളതുകൊണ്ട് പിണറായി ബേബി അനുവദിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കേരളത്തിൽ ഇത്രയേറെ സ്ട്രോങ് ആയി പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അത് പിണറായിയുടെ കഴിവ് കൂടിയല്ലേ? അല്ലല്ലോ ലിയോ, ഇതിനകത്തുള്ള പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ ഇത്ര സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ അധികാരമുള്ളത് കൊണ്ട് നിൽക്കുന്നു. അധികാരമുള്ള CPMനൊരു പ്രത്യേകതയുണ്ട്. അധികാരം മുഴുവൻ ഒരുത്തൻ്റെ കയ്യിലാണെങ്കിൽ അവൻ്റെ ചുറ്റുമായിരിക്കും ഈ ഏറാമൂളികൾ മുഴുവൻ. അതാണ് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു പ്രത്യേകത. നിങ്ങളുടെ കയ്യിൽ അധികാരം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളാണെങ്കിലും നമുക്ക് പിണറായി വിജയൻ വേണ്ട, അപ്പോൾ ലിയോ രാധാകൃഷ്ണൻ്റെ കയ്യിലാണ് അധികാരമെങ്കിൽ ലിയോ രാധാകൃഷ്ണൻ്റെ ചുറ്റുമായിരിക്കും CPMകാരും നേതാക്കന്മാർ മുഴുവൻ വന്ന് തൊഴിൽ കൈയോടെ നിൽക്കും. പക്ഷെ ദ മൊമെൻ്റ് ലിയോ രാധാകൃഷ്ണൻ പാർട്ടി നേതൃത്വ സ്ഥാനത്ത് തീരുമെന്ന് കഴിഞ്ഞാലുള്ളൂ ചവിട്ടി തേച്ചുകളയും. അതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത. നാളെ പിണറായി വിജയൻ കുമ്പിടുന്നു കണ്ടു കഴിഞ്ഞാൽ അയാളുടെ പണി അങ്ങോട്ട് തീർത്തുകളയും. പക്ഷെ ഇപ്പം ഇവിടെയുള്ള പ്രത്യേകത എന്താണ്? അയാൾ മുഖ്യമന്ത്രിയാണ്, അയാളോട് നിന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോഴും ഉള്ളിൽ ചിന്തിക്കുന്ന എന്താണ്? കോൺഗ്രസ് എല്ലാം കംപ്ലീറ്റ് തമ്മിലടിയാണ്. അതിലൊരു 71 സീറ്റ്, നമുക്കിപ്പോൾ 96 സീറ്റ് ഇല്ലേ, അല്ലെ 99 സീറ്റില്ലേ, ഒരു 71 സീറ്റെങ്കിലും കിട്ടാതിരിക്കില്ല. കാരണം വെച്ചാൽ ഇതങ്ങോട്ട് ഈ ചക്രക്കുടത്തിലിട്ട് നുണഞ്ഞു ഉള്ള ഒരു സുഖമുണ്ടല്ലോ, അത് 10 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് ഈ പാർട്ടി കോൺഗ്രസിലും അവതരിപ്പിച്ച പ്രമേയത്തിൽ അത് പറയുന്നുണ്ട്. പാർലമെന്ററി വ്യാമോഹം അംഗങ്ങൾക്കിടയിൽ വളരെ ശക്തമായി ഉയർന്നിട്ടുണ്ട് എന്നാണ്. അതിപ്പോൾ ഏത് തെരഞ്ഞെടുപ്പാണെന്നൊന്നുമില്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കണം, വിജയിക്കണം, അധികാരത്തിലിരിക്കണം, അധികാരത്തിൽ തുടരണം എന്നുള്ള ഒരു ചിന്ത ഈ പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ തന്നെ കടുത്തുപോയി എന്നുള്ളൊരു വിമർശനം വന്നിട്ടുണ്ട്. അല്ല ലിയോ, അത് 100% അല്ലേ ലിയോ, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ പച്ചയ്ക്ക് പറയില്ല എന്നെ എന്തുകൊണ്ടാണ് ആ കമ്മിറ്റിയിൽ എടുക്കാത്തത് എന്ന് പച്ചയ്ക്ക് ചോദിക്കല്ലേ. അതിലേക്ക് ഇതങ്ങ് ഈ 10 വർഷം അടുത്ത് ആയതോടുകൂടി ഇതങ്ങ് കംപ്ലീറ്റ് അങ്ങ് മാറിയെന്ന് മാത്രമല്ല, ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്നത് നമ്മൾ അതും കൂടെ ഒന്ന് കാണണം. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പിണറായി വിജയൻ ലാവലിംഗ് കേസിൽ പ്രതിയായതോടുകൂടിയാണ് പിണറായി വിജയൻ കെട്ടങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തത്. പിണറായി വിജയൻ എന്തുകൊണ്ടും ആയിക്കോളും. കാരണം 2008 CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ പിണറായി വിജയൻ ലാവലിംഗ് കേസിൽ 9ാം പ്രതിയായിരുന്നു. ആ 9ാം പ്രതിയായി പിണറായി വിജയൻ ലാവലിംഗ് കേസിൽ വരുമ്പോൾ പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഒരു പാർട്ടി CPMന്റെ ഒരു പാർട്ടി സെക്രട്ടറി ഇത്രയും വലിയൊരു ഭീമമായൊരു കുംഭകോണ അഴിമതി കേസിൽ പ്രതിയായി വരുന്ന ഒരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഐക്യമുന്നണി സർക്കാർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, എനിക്കൊന്ന് 1990കളുടെ മധ്യത്തിൽ ദേവഗൗഡ ഒക്കെ. അന്ന് യുണൈറ്റഡ് ഫ്രണ്ടിന്റെ അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ആയിരുന്നു. അന്ന് CPMന്റെ സംസ്ഥാന ദേശീയ സെക്രട്ടറി സുർജിത്തായിരുന്നു. അന്നാണ് കാലിത്തീറ്റ കുംഭകോണം വരുന്നത്. മനസ്സിലായോ? അന്ന് എനിക്ക് തോന്നുന്നു ദേവഗൗഡയോ അല്ലെങ്കിൽ ഗുജറാളോ ആയിരുന്നു പ്രധാനമന്ത്രി. അന്ന് ഐക്യമുന്നണി UFന്റെ യുണൈറ്റഡ് ഫ്രണ്ടിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ലാലു പ്രസാദ് യാദവ് ആയിരുന്നു.
അന്ന് ലല്ലു പ്രസാദ് യാദവ് എനിക്ക് തോന്നുന്നത് ആ ബീഹാർ മുഖ്യമന്ത്രിയാണെന്ന് എനിക്കറിയാം. അന്ന് ആ കാലിത്തീറ്റ കുംഭകോണം സംബന്ധിച്ച് അയാൾ പ്രതിയാണെന്ന് വന്നപ്പോൾ അയാൾ രാജിവെക്കണം എന്ന് ആദ്യം ആവശ്യപ്പെട്ട അയാൾ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു. അയാൾക്കൊരു ആരോപണം വന്നിരിക്കും, അയാൾ രാജിവെക്കണം, അയാൾ UF ചെയർമാൻ രാജിവെക്കണം എന്ന് പറയുകയും അയാൾ നിർബന്ധിക്കുകയും ലല്ലു പ്രസാദ് യാദവിനെ യുണൈറ്റഡ് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുകയും ചെയ്തതിൽ നിർണായക പങ്ക് വഹിച്ച് CPM ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ സ്ഥാനത്ത് CPM സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ 9ാം പ്രതിയായി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ അവിടെ തുടരാൻ വേണ്ടി പിണറായി വിജയൻ തുടങ്ങി വെച്ച പണിയാണ് ഇന്ന് ഈ അഴിമതിയിൽ ചെളിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്, തനിക്ക് അവിടെ തുടരാനും തനിക്കെതിരെ വിമർശനങ്ങൾ വരാതിരിക്കാനും അയാൾ CPM അണികളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണ്ടാരം വേണമെങ്കിലും കാണിക്കും, നിങ്ങൾ അഴിമതി വേണേൽ അഴിമതി കാണിക്കും, നിങ്ങൾ ഭൂമി കൈയേറണേ ഭൂമി കൈയേറും, നിങ്ങൾ കൈക്കൂലി മേടിക്കണേ കൈക്കൂലി മേടിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഈ കയറങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തു. എന്തിന്? പ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസിൽ പ്രതിയായിട്ടുള്ള അയാൾക്ക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത്. അവിടുന്നാണ് പിന്നെ ഈ അവലാഞ്ച അങ്ങോട്ട് തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ അഴിമതിയിൽ ഇടപെടുന്നവന്മാരാണ് ഈ CPM ഭാരവാഹികൾ, അണികളല്ല ഭാരവാഹികൾ. അവർ പിന്നെ അന്നങ്ങോട്ട് തുടങ്ങിയ പണി ഇപ്പം 10-15 വർഷമായിട്ട് അവർ ഈ പറഞ്ഞ പോലെ അഴിമതിയിൽ ആറാടുകയാണ്. അഴിമതിയിൽ ആറാടി ഇപ്പം നമ്മൾ ആലോചിച്ചു. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലം, തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ബ്രോക്കർമാരാരാ? CPM ഏരിയ സെക്രട്ടറി പോരാ. CPM ഏരിയ സെക്രട്ടറി ഉള്ള സ്ഥലത്ത് ആ ഏരിയ സെക്രട്ടറി അറിയാതെ ഒരു വസ്തു കച്ചവടം നടക്കും ഒരു രാധാകൃഷ്ണ? ഒരു സംശയവും നടക്കില്ല. അത്രയും കടുപ്പമാണോ? അവരാണ് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള അനാശാസ്യപരമായിട്ടുള്ള ഇടപാടുകൾ, നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകളുടെ എല്ലാം നേതൃത്വം അതത് പ്രാദേശിക തലങ്ങളിൽ പിന്നെ CPM ഭാരവാഹികൾക്കാണ്. അവരെവിടെയാണ്? SFIക്കാരൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യൂണിവേഴ്സിറ്റികളിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. NGO യൂണിയൻകാരൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കണ്ടുകൊണ്ടിരിക്കുക. NGO യൂണിയൻകാരൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു സംഭവം ഞാൻ പറയാം. ഒരു സ്ത്രീ സെക്രട്ടറിയുടെ മുമ്പിൽ ഒന്ന് കിടപ്പുണ്ട്, ശ്രീലത എന്നാണ് പേര്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അവർ 1.5 മാസമായിട്ട് പിന്നെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് കുളിക്കുകയാണ്. അവരെ പിന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അവരെ എല്ലാ തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ എഴുതി വെച്ചു ഇന്ന് 8 മണിക്ക് പിന്നെ ശ്രീലതയുടെ ലൈംഗിക പ്രദർശനം യൂട്യൂബിൽ എന്ന് എഴുതി വെച്ചു. അതിനെതിരെ പ്രതികരിച്ച് അവരെ സസ്പെൻഡ് ചെയ്തു. അവർ 1.5 മാസമായി കുളിച്ച് പ്രതിഷേധിക്കുകയാണ്. അവരുടെ സെക്രട്ടറിയുടെ മുമ്പിൽ നിന്ന് കുളിക്കുക. അവർ ഇന്നലെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ 22 വർഷമായിട്ട് NGO യൂണിയൻ്റെ പ്രവർത്തകയാണ്, ഞാൻ സെക്രട്ടേറിയറ്റ് വളയാൻ പോയിട്ടുണ്ട്, ഞാൻ കളക്ടറേറ്റ് വളയാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നിടത്തെല്ലാം തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള, അഴിമതി നടത്താനുള്ള, കയ്യേറ്റം നടത്താനുള്ള, സ്ത്രീപീഡനം നടത്താനുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ സമ്മതപത്രമായി ഇപ്പോൾ CPM ഔദ്യോഗിക സ്ഥാനങ്ങൾ മാറിയിരിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇത് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിൽ ഇത്ര ദയനീയമായി പോയത്. ഞാൻ പറഞ്ഞ പലപ്പോഴും തോൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് CPM, പക്ഷേ ഇത്ര ദയനീയമായി CPM കേരളത്തിൽ തോക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്, 24ാം പാർട്ടി കോൺഗ്രസ് ആണ് ഇപ്പോൾ മധുരയിൽ നടക്കുന്നത്. പക്ഷേ ഒരു ചത്ത പാർട്ടിയാണ് CPM എന്നും ഈ പാർട്ടി കോൺഗ്രസ് കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല എന്നും ഇനി ഇതിനെ തിരുത്താൻ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ കൈകളിലൂടെ സാധ്യമല്ല എന്നുമാണ് ശ്രീ KM ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത്. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റുമായി സഹകരിച്ചതിൽ. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.